അഭിപ്രായം പറയുന്നത് ബോറടി ഇല്ല. ഇതൊക്കെ തന്നെ നമ്മൾ ബ്രിസ്ബെയിനിലും മെൽബണിലും ഈ പടം കഴിഞ്ഞ ആഴ്ച പ്രീമിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കേട്ട റെസ്പോൺസ് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഞാനിങ്ങനെ ക്യൂരിയസ് ആയിരുന്നു ഇവിടുത്തെ ഓഡിയൻസിന് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വിഭാഗം ഓഡിയൻസിനെ കണക്ട് ആവുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി നിങ്ങൾ ചോദിക്കടാ, നിങ്ങൾ ചെന്ന് ചോദിക്കും, ഞാനല്ലല്ലോ പറയുന്നുണ്ട്. ആണ് പറയുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും അല്ലേ? സെക്കൻഡ് ഹാഫ് നമ്മുടെ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ സ്ട്രോങ്. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ബേസിൽ പോയിട്ട് പടം കാണട്ടോ, ഒന്ന് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്ന് കാണണേ. ക്ലൈമാക്സ് അതിലാണ് പടം നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു ത്രെഡാണ്. അപ്പോൾ ശരിക്കും സിനിമയുടെ ഒരു മെയിൻ ക്രക്സ് പോകുന്നത് സെക്കൻഡ് ഹാഫിലാവുക. സെക്കൻഡ് ഹാഫിൽ തന്നെയാണെന്നുള്ളത് നമുക്കറിയായിരുന്നു, കാരണം കിട്ടിയ റിവ്യൂസും അങ്ങനെയായിരുന്നു. ക്ലൈമാക്സ് വർക്കായാൽ പടം വർക്കാവും. അപ്പോൾ അത് വർക്കാവുന്നതാണ് ഞാനും കേട്ടത്. അല്ല അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ എന്ന് പറയാൻ പറ്റാത്ത ക്യാരക്ടറാണ്. അപ്പോൾ വൈകുണ്ഠപുരമല്ല ഇതല്ല പ്രേതമല്ല ബംഗാരാജു അല്ല 32-ാം അധ്യായം. ഞാൻ ചെയ്യുന്നൊക്കെ അങ്ങനത്തെ. ഇപ്പോൾ കീ എന്ന് പറഞ്ഞാൽ തമിഴ് പടം ഇതേ അല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഷഫീഖിൻ്റെ സന്തോഷം ആകെ ചെറിയൊരു സാധനം. പലതും ചെയ്യും. നീരജ അതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അങ്ങനെ ഇന്ന ക്യാരക്ടറൊന്നുമില്ല. നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ പരിപാടി അറിയോ അറിയില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അല്ല കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ അവതരണമൊക്കെ 10, 200, 300 എപ്പിസോഡ് ചെയ്തപ്പോൾ നമുക്ക് പരിപാടി കിട്ടി. ഇതാണ് എന്നുള്ള പരിപാടി കിട്ടി. അതുപോലെ ഒരു 10, 100 സിനിമയും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആകെപ്പോഴും മലയാളത്തിൽ 10 പടമായിട്ടുള്ളൂ. ഈ 10 പടമാണ് എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ സ്റ്റേജിലുള്ള ബാക്കി ആൾക്കാരുടെ പോലെ 70 പടവും 50 പടമൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മളാണെങ്കിൽ ഭയങ്കര അഭിനയക്കളരി പരിപാടികളോ ആക്ടറൊന്നും അല്ല. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ബേസ് ചെയ്ത് വരുന്നത് എൻ്റെ പഴയ എക്സ്പീരിയൻസുകളും. പക്ഷെ നമുക്കുണ്ടായ ഭാഗ്യം എനിക്ക് വലിയ വലിയ പടങ്ങൾ തുടക്കത്തിലേ കിട്ടി. ഡാഡി കൂൾ, IG, അത് പിന്നെ വൈകുണ്ഠപുരം, അങ്ങനെയൊക്കെയുള്ള കിട്ടുന്നതെല്ലാം വലിയ വലിയ സാധനങ്ങൾ, പ്രേതം പോലെയുള്ള സാധനങ്ങൾ കിട്ടാനുള്ള വലിയ ഈശ്വരാനുഗ്രഹം കിട്ടി. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളിലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ ഈ പടം ചെയ്ത് വെക്കാൻ പറ്റി. അതായിരുന്നു ഈ പടം ഞാൻ എടുത്ത് ചെയ്യാനുള്ള കാരണം. അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റുകൾ വരുന്നില്ല. ഇപ്പോഴാണ് സ്ക്രിപ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഈ മനോരാജ്യത്തിൻ്റെ പ്രൊമോഷന് കയറിയപ്പോഴാണ് മലയാളത്തിൽ നിന്ന് 2-3 പടങ്ങളൊക്കെ വന്ന് ജീവിച്ചിട്ട് അത് ചെയ്യോ ഇത് ചെയ്യോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നന്നായി, ഒരു കണക്കിന് നന്നായി. ഇനി ഇപ്പോൾ 2-3 പടങ്ങൾ ഡിസ്കഷൻ നിൽക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ എല്ലാം പോയിട്ട് സെറ്റാക്കട്ടെ. ഇനി ആൾക്കാരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാവട്ടെ. എന്ന് നിങ്ങൾ പടം കാണണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് എഴുതിക്കോ. മോശമായി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതന്നെ എഴുതിക്കോ. പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എഴുതിക്കോ. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു സിനിമയാണ്. ഒരുപാട് മാർക്കറ്റിംഗ് ബഡ്ജറ്റും വലിയ പരിപാടികളൊന്നും ഇല്ല. പക്ഷേ സിനിമ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് സിനിമകൾ. കാരണം എന്തിനാണ് ഇപ്പോൾ തിയേറ്ററിൽ വരെ കഷ്ടപ്പെട്ട് പോയി കാണുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ചാലഞ്ചസാണ്. ആ ചാലഞ്ചസിനെ നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും അടിപൊളി പടങ്ങളായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും ശ്രമങ്ങൾ വിടാതിരിക്കും. പക്ഷേ ഈ പടത്തിന് നല്ല അഭിപ്രായം വന്നതിൽ നല്ല സന്തോഷം. അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആൾക്കാർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു.